നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻഷൻ ഈ അടുത്ത കാലത്ത് പെൻഷൻ മുടങ്ങിയ ആളുകൾ, മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. പ്രത്യേകിച്ച് പെൻഷൻ, അതുപോലെ തന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ് പോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 1600 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. അതിൽ തന്നെ ചില ആളുകൾക്ക് 1300 അല്ലെങ്കിൽ 1400 ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂട്ടിയിട്ടാണ് 1600 ലഭിക്കുന്നത്. ചില ആളുകൾക്ക് 2 കോടി ഒപ്പം ലഭിക്കുന്നുണ്ട്. മറ്റു ചില ആളുകൾക്ക് 1300 ലഭിച്ചതിന് ശേഷം 2-3 ദിവസങ്ങൾക്കകം തന്നെ 1600 ലഭിക്കുന്നുണ്ട്. എന്നാൽ അപൂർവം ചില ആളുകൾക്ക് ഇപ്പോഴും 1300 മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ KYC പൂർത്തിയാക്കാത്ത ആളുകൾ എന്നിവർക്കാണ് അങ്ങനെ കാണുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. KYC കംപ്ലീറ്റ് ആക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ്. നമുക്കറിയാം, എല്ലാ വർഷത്തിലൊരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് മസ്റ്ററിങ് പൂർത്തിയാക്കുക. ആധാർ കാർഡിലെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. ഈ മാസം 25-ാം തീയതിയാണ് മസ്റ്ററിങ് തുടങ്ങുന്നത്. അതിന് മുന്നോടിയായി തന്നെ ആധാർ കാർഡ് എല്ലാ പ്രശ്നവും തീർത്തു കഴിഞ്ഞാൽ മസ്റ്ററിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പൂർത്തിയാക്കാനും അതുവഴി തുടർന്നും പെൻഷൻ ലഭിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. വർഷങ്ങളോളമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പല ആളുകൾക്കും ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അറിയാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ പെട്ടെന്ന് തന്നെ പാസ്സാകുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ പെൻഷന് 150 രൂപ കൂടാൻ പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പെൻഷൻ പണം കൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് ബജറ്റിൽ കൂടണമെന്നില്ല, സർക്കാരിന് എപ്പോഴും വേണമെന്ന് തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു മാസത്തിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിന് 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷനും കൂടി നടക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ ഒരുപാട് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശികയൊന്നുമില്ലാതെ കൊടുത്ത് തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മസ്റ്ററിങ് പോലത്തെ കാര്യങ്ങൾ, സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി തന്നെ ചെയ്യുക. എങ്കിൽ മാത്രമാണ് കൂടിയ പെൻഷൻ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റാക്കി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് അവർക്കും പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയമാണ് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നത്. നമുക്കറിയാം, പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിരുന്നു ആദ്യം അപ്രൂവൽ ആവാൻ വേണ്ടി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, അതുപോലെ തന്നെ വിധവകളായ ആളുകൾക്ക്, 50 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹതരാകാത്ത ആളുകൾക്ക്, അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ആളുകൾക്ക്, വികലാംഗരായ ആളുകൾക്ക് എന്നിവർക്കെല്ലാം ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. വയസ്സ് തെളിയിക്കുന്ന രേഖ, അത് നമ്മുടെ SLC ബുക്കോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ പറ്റും, പാസ്പോർട്ട് പോലത്തെ രേഖകൾ പറ്റും. നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ആധാർ കാർഡ്, അതുപോലെ തന്നെ താമസ സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന വോട്ടർ ID കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.